തത്സമയം കണക്ട് ചെയ്തിട്ടുണ്ട്. ഷർഷാദ്, ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഉയർന്ന ഒരു സംശയം ഇതാണ്: രാജേഷ് കൃഷ്ണയ്ക്കെതിരെയുള്ള തെളിവുകളാണ് താങ്കൾ നൽകിയത്. അതിൽ ഈ പാർട്ടിക്കാരുമായിട്ടുള്ള, പാർട്ടി നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടി ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിന് രാജേഷ് കൃഷ്ണ തന്നെ തനിക്കെതിരായ തെളിവുകൾ കോടതിയിൽ നൽകണം? അങ്ങനെ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിനുള്ള മറുപടി, ഷർഷാദ്? അല്ല, അതിനുള്ള മറുപടിയാണ് ആര് ചോദിച്ചിട്ടും അതിനുള്ള മറുപടിയാണ് ഇപ്പം കിട്ടാത്തത്. കാരണം അതിലുള്ള ഒരു ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിനെ ടാർഗറ്റ് ചെയ്തിട്ട് താറടിച്ച് കാണിക്കാന്നുള്ള ഉദ്ദേശമായിരിക്കും. അല്ലാതെ ഇപ്പൊ ആരും ഒരു അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യമില്ലല്ലോ അത്. നിങ്ങൾക്കൊരു പാർട്ടിയുടെ ഒരു ഇന്റേണൽ ലെറ്റർ ആക്സസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചും കൊണ്ട് കൗണ്ടർ ഫയലോ കൗണ്ടർ സ്റ്റേറ്റ്മെന്റോ വല്ലതും തയ്യാറാക്കാന്നല്ലാതെ അതെന്നെ കൊണ്ടുപോയിട്ട് എവിഡൻസ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിനെ താറടിക്കാന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് അതിൽ, വേറെ ഒന്നുമല്ല. കാരണം പാർട്ടി കയ്യൊഴിഞ്ഞു, പാർട്ടി നടപടിയെടുത്തു. അപ്പൊ പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ടി അംഗീകരിക്കാൻ തയ്യാറാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവനെ പാർട്ടി കോൺഗ്രസിന് പുറത്താക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി പാർട്ടിന്റെ സപ്പോർട്ട് എനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞത് മുതൽ പാർട്ടിയുടെ പല ആൾക്കാരും അവനെ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്തെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പാർട്ടിനെ താറടിക്കാന്നുള്ള, അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിൽ പാർട്ടിയുടെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടാന്നുള്ള ഒരു ഐഡിയോളജി ആയിരിക്കും. അത്രമാത്രം ഗുരുതരമായ കാര്യങ്ങൾ തന്നെയായിരുന്നുവോ അന്ന് 2022 താങ്കൾ കൊടുത്ത പരാതിക്കൊപ്പം ഉൾപ്പെടുത്തിയിരുന്നത്, തെളിവുകൾ സഹിതം? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു പാർട്ടി കോൺഗ്രസിൽ അവസാന നിമിഷം നാളെ പാർട്ടി കോൺഗ്രസ് കാലത്ത് കൊടികേറുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ന്യൂസ് ഒരാളെ അതിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാതെ നോക്കില്ലേ? അപ്പൊ അത്രയും ഗൗരവമുള്ള പരാതി ആയതുകൊണ്ടല്ല, ആ പരാതി ഇപ്പൊ പബ്ലിക് ആയല്ലോ, ആ പരാതി ഗൗരവമുള്ളതായതുകൊണ്ടും അത് അവർ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു നിലപാടെടുത്തത്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ പ്രതിനിധിയായിട്ട് വന്ന ഒരാളെ അവസാന നിമിഷം പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങളിത് 24ാം പാർട്ടി കോൺഗ്രസ് അല്ലേ ഇപ്പൊ കഴിഞ്ഞത്? 23 24 അറിയില്ല. അപ്പൊ അതില് താങ്കൾ കൊടുത്ത പരാതിയിൽ ഈ കിങ്ഡവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതിൽ ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിലുള്ള ആരുടെയെങ്കിലും പേരുകളുണ്ടോ? പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ പേരുകളുണ്ടോ ഈ ഇടപാടുകൾ നടത്തുന്നതിൽ? അല്ല, അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ്, പി ശശിയുടെ പേരാണ്. വേറെ ഇപ്പൊ ഉള്ള ആൾക്കാരുമില്ല. ഇതിനുശേഷം പോലീസിലും പരാതി നൽകിയിരുന്നു അല്ലേ? പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് പരാതി നൽകി, അത് നടപടിയായില്ല. SP-ക്ക് കൊടുത്തു, അവിടെയും നടപടിയായില്ല. DGP-ക്ക് കൊടുത്തു, അവിടെയും നടപടിയായില്ല. അതൊക്കെ 2023 ചെയ്തതാണ്. 22-23 ചെയ്ത പരാതികൾ 3 കംപ്ലൈന്റുകൾ ഇപ്പോഴും FIR ആവാതെ കിടക്കുന്നുണ്ട്. അതിപ്പോ ഞാൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ ഡയറക്ഷന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ല ഷർഷാദ്, അത് പാർട്ടിക്ക് 2022 കൊടുത്ത പരാതി, അതിനോടൊപ്പം കൊടുത്ത രേഖകൾ അത് തന്നെയാണോ DGP-ക്ക് നൽകിയ പരാതിയിലും രേഖകളിലും ഉള്ളത്? DGP-ക്ക് നൽകിയത് ആ പരാതിയല്ല. DGP-ക്ക് ഒരു സെപ്പറേറ്റ് പരാതി എഴുതി ഉണ്ടാക്കിയതാണ്. കാരണം ഇത്രയും പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇവനെതിരെ ഇങ്ങനെയുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം കൊടുത്ത ഫയൽ കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും കിടക്കുകയാണ്, FIR ആവാതെ. അതൊക്കെ വെച്ചും കൊണ്ട് കൊടുത്ത കംപ്ലൈന്റ് ആണ്, അല്ലാതെ പാർട്ടിക്ക് കൊടുത്ത കംപ്ലൈന്റ് അതും തമ്മിൽ. പിന്നെ ഫിനാൻഷ്യൽ ഫ്രോഡ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡ്സ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ജോയിന്റ് കംപ്ലൈന്റ് ആണത്. DGP-യും ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കേരള. അപ്പൊ ജോയിന്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രോഡ്സും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവൻ ഫ്രോഡായിട്ട് ഇപ്പം നമ്മുടെ ഈ NRI സ്റ്റാറ്റസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. NRI സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 120 ദിവസം പുറത്ത് നിൽക്കണം. പക്ഷേ ഇവൻ കൂടുതലും ഇന്ത്യൻ്റെ അകത്താണ് ഉള്ളത്. ഇന്ത്യൻ്റെ അകത്ത് നിന്നിട്ട് NRI സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാണ്. അപ്പൊ അത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഡാറ്റ കിട്ടും. പാസ്പോർട്ട് ഡാറ്റൻ്റെ അകത്ത് എത്ര ദിവസം പുറത്താകത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊക്കെ വിഷയം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജോയിന്റ് കംപ്ലൈന്റ് ഞാൻ ഇൻകം ടാക്സിനും ഈ DGP-ക്കും കൊടുത്തിരിക്കുന്നത്. താങ്കൾ അതിനകത്ത് ഈ രണ്ടാമത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം MA ബേബിക്ക് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയിൽ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പേരെടുത്ത് പറയുന്നുണ്ടല്ലോ. എന്താണ് അത് അങ്ങനെ ഒരു കാരണം വന്നത്? പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഈ പാർട്ടിക്ക് നൽകിയ രേഖ, താങ്കൾ നൽകിയ രേഖയെടുത്ത് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് കൊടുത്തു, അങ്ങനെ അത് കോടതിയിലെത്തി. അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന് താങ്കളുടെ കൈവശമുള്ള തെളിവ്? അല്ല, തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇപ്പൊ ആകെ ആക്സസ് ഉള്ളത് ഈ പാർട്ടി സെക്രട്ടറിയുടെ മകനായിട്ടാണ്. വേറെ ഒരാളും ഈ കോടിയേരിക്ക് കൊടുത്ത കംപ്ലൈന്റിന്റെ മുതൽ തന്നെ എല്ലാവരും അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയുടെ മകനായിട്ടാണ് ഇവൻ ഇപ്പോഴും ബന്ധം കീപ്പ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള പേഴ്സണൽ ഡീലിങ്സും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയുടെ മകനെ അവനെ തള്ളിപ്പറയാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ളപ്പം ആ ഒരു സാധ്യതയല്ലേ ഞാൻ കാണുള്ളൂ. അല്ലാതെ പാർട്ടിയിലുള്ള പല ആൾക്കാരും നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്ത് കിടക്കുമ്പം വേറൊരു ഭാഗത്തുനിന്ന് അവനിക്ക് കിട്ടാൻ സാധ്യതയില്ല.
അതായത് അന്ന് താങ്കൾ പരാതി കൊടുത്ത സമയത്ത് ഈ രാജേഷ് കൃഷ്ണയ്ക്ക് പാർട്ടിയുടെ നേതാക്കളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അവർക്കൊന്നും ഇപ്പോൾ ഇയാളുമായിട്ട് ബന്ധമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, ഒരുപാട് പേര് ഇപ്പം ബന്ധം വിച്ഛേദിച്ചു. അത് പേഴ്സണലായിട്ട് എനിക്കറിയാം. മൊബൈൽ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത നേതാക്കന്മാരുണ്ട് ഇപ്പം. ഇപ്പോൾ ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എം.വി. ഗോവിന്ദന്റെ മകൻ എന്നാണോ? മകനും പി ശശിയും ഇങ്ങനെയുള്ള 1-2 പേര് മാത്രമേ, പിന്നെ പഴയ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, അങ്ങനെയുള്ള ഇവരെല്ലായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് ആൾക്ക്. അല്ല, ഈ മറ്റൊരു കാര്യം കൂടി സംശയിക്കാമല്ലോ ഷർഷാദ്, ഈ പറയുന്ന ഈ പാർട്ടിയിലെ വിഭാഗീയത അതുകൊണ്ട് എം.വി. ഗോവിന്ദന്റെ മകൻ അത് ഉപയോഗപ്പെടുത്തി, അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഈ ചില കൂട്ടിച്ചേർക്കാൻ ചില കണ്ണികൾ ഇല്ല, കാരണം അത് രണ്ട് ഭാഗത്തുമുള്ള നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലല്ല, നിങ്ങൾ ഈ ഒരു വിഷയം ആവശ്യമില്ലാത്ത വിഭാഗീയത ഇതിലേക്കൊന്നും വലിച്ചേക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വിഭാഗീയത എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവുന്നൊന്നും നമുക്കൊന്നും അറിയില്ല. അത് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാന്നല്ലാതെ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിലേക്കൊന്നും ഇതൊന്നും വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഇതും വിഭാഗീയതയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇത് നമ്മൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂസിൽ അവന് പാർട്ടിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടുകൾ, പാർട്ടിനെ മിസ്യൂസ് ചെയ്തും കൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങൾ തുറന്നു കാട്ടിയും കൊണ്ട് ഞാൻ കൊടുത്ത ഒരു കത്ത്, അത് പാർട്ടി തെറ്റ് മനസ്സിലാക്കി അവനെ മാറ്റി നിർത്തി പാർട്ടി കോൺഗ്രസ് നിന്ന് പുറത്താക്കി. അതോടുകൂടെ അത് ചാപ്റ്റർ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് പുറത്താക്കിയിട്ട് ഇപ്പൊ ഏപ്രിൽ കഴിഞ്ഞിട്ട് 4-5 മാസമായില്ലേ. ഇപ്പൊ ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ അത് വീണ്ടും വരാൻ കാരണം എന്താ? അവൻ ആ കത്ത് കൊണ്ടുപോയിട്ട് പബ്ലിക്കായിട്ട് കോടതിയിൽ കൊടുത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഈ വിഷയം ഇന്ന് പൊങ്ങി വരില്ലല്ലോ. മറ്റു പാർട്ടിക്കാരുടെ ബന്ധം താങ്കൾ സംശയിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? മറ്റു പാർട്ടിക്കാർക്ക് ഇതിലെന്താ റോളുള്ളത്? മറ്റു പാർട്ടിക്കാർക്ക് എന്താ ഇതിൽ റോളുള്ളത്? ഇത് നമ്മളെ ഒരു പാർട്ടിന്റെ ഒരു ആള്, ഞാനും അദ്ദേഹവും എല്ലാം ഒരേ പാർട്ടിക്കാരനാണ്. അദ്ദേഹം എന്നെ വിശ്വാസവഞ്ചന ചെയ്തു. അദ്ദേഹം എന്നെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നത് എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കോടതിയുടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇപ്പോൾ എൻ്റെ മുമ്പത്തെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മുമ്പുള്ള ഇന്റർവ്യൂസ് ഒക്കെ കാണാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഹാഷ്ടാഗിൽ എൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് ഷർഷാദ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കോടതി രേഖയായിട്ട് വേണമെങ്കിൽ ഈ പരാതി കൊടുക്കാവുന്നതാണ്, അതിന്റെ കവറിംഗ് ലെറ്റർ കൊടുക്കാവുന്നതാണ് ഇല്ലേ? കാരണം അത് എന്തുകൊണ്ട് താങ്കൾക്കെതിരെ മാനനഷ്ടക്കേട് കേസ് കൊടുക്കാൻ കാരണമായി എന്ന് പറഞ്ഞ് ആ കവറിംഗ് ലെറ്റർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കോടതിയിൽ. താങ്കൾ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം താങ്കൾ പരാതിക്കൊപ്പം ചേർത്ത രേഖകൾ കൂടി വന്നതാണ് അല്ലേ? രേഖകൾ കൊടുത്തിട്ടോന്നുള്ളത് അറിയില്ല. പരാതിക്ക് കൊടുത്തിരിക്കുന്ന കവറിംഗ് ലെറ്ററിന്റെ 30 പേജിൽ കൂടുതലുണ്ട്. പക്ഷെ അത് ഈ മാനനഷ്ട കേസ് നൽകുന്ന സമയത്ത് ബലം നൽകുന്ന ഒന്നുകൂടിയല്ലേ അത്? കാരണം ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് ബാധിക്കാമല്ലോ. ആയിരിക്കാം, പക്ഷെ പുള്ളി എങ്ങനെ കൊണ്ടുപോയി കൊടുത്തു, എങ്ങനെ പുള്ളി അത് എന്തിനു കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. പുള്ളിക്ക് ബലം കിട്ടാൻ വേണ്ടി കൊടുത്തതായിരിക്കാം തീർച്ചയായും. പക്ഷെ അത് പാർട്ടിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ? അത് പാർട്ടി ബന്ധം ഉപയോഗിച്ചു, പാർട്ടിയിലെ ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം അത് കൈക്കലാക്കി എന്നാണ് താങ്കളുടെ ആരോപണം അല്ലേ? ഇന്നിപ്പോ ദേശാഭിമാനിയില് ഒരു വാർത്ത ഞാൻ കണ്ടു ഹെഡ്ലൈനില്. പിന്നെ ഞങ്ങൾ ഇവിടെ ദേശാഭിമാനി വാങ്ങിക്കുന്നുണ്ട്, വീട്ടില് ദേശാഭിമാനി വരിക്കാരാണ്. നിങ്ങൾ ദേശാഭിമാനി വരുന്നുണ്ട്, മാതൃഭൂമി, മനോരമ ഒക്കെ വരുന്നുണ്ട് വീട്ടില് പത്രം. അപ്പൊ അതിലൊരു ഇത് കണ്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ പബ്ലിഷ് ചെയ്ത ഡോക്യുമെന്റ് ആണ്, പാർട്ടി ചോർത്തിയതല്ല. ഞാൻ എവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ സംഗതിയുടെ കവറിംഗ് മെയിൽ അയച്ചതിന്റെ മെയിലിന്റെ സ്ക്രീൻഷോട്ട്, മെയിലിൽ ഞങ്ങളൊരു പരാതി അറ്റാച്ച് ചെയ്തിട്ടാണ് അയക്കുക. PDF അറ്റാച്ച് ചെയ്ത് അയക്കുമ്പോൾ അതിന്റെ കമ്പോസ് പേജിൽ 2 ലൈൻ എഴുതും, പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് ഫോളോയിങ് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഇങ്ങനെ ഒരു പരാതി ഞാൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ് നിന്ന് പുറത്താക്കിയെന്നുള്ളത്. അത് ഞാനന്ന് പോസ്റ്റ് ഇടാൻ കാരണം എളമരം കരീം അന്നൊരു പ്രസ്താവന നടത്തി. UK നിന്ന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുള്ളിനെ പാർട്ടി കോൺഗ്രസ് നിന്ന് പുറത്താക്കി മാറ്റി നിർത്തപ്പെട്ടത് എന്നുള്ളത്. അത് തെറ്റാണ്. അതല്ല, പരാതിയുടെ പിന്നിൽ ഞാനാണ്. ഞാൻ ഈ 2022 മുതൽ ഇദ്ദേഹത്തിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. പക്ഷെ ദേശാഭിമാനി പറയുന്നത് എന്താ, ഞാൻ ആ കത്ത് അന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു പ്രൈവറ്റ് കത്ത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി പബ്ലിഷ് ചെയ്യൂ? ഇത് മാത്രം ഇദ്ദേഹത്തിനുണ്ടല്ലോ, ഈ പറയുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് ഈ 2016 മുതൽ വലിയ സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും ഉണ്ടായിരുന്ന ആളല്ല. പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നു. എന്താണ് അതിന് കാരണമായിട്ട് താങ്കൾ പറയുന്നത്? അതെ, 2014-15 വരെ അദ്ദേഹം ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിക്കുന്ന ആളായിരുന്നു. അതിനുശേഷമാണ് അവിടെ പ്രോപ്പർട്ടി ലണ്ടനിൽ വീട് വാങ്ങുന്നതും അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതും കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതും. അതുവരെ അവിടെ ഭാര്യന്റെ ഡിപ്പെൻഡിംഗ് വിസയിൽ ഉണ്ടായ ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നു. ലോ കേരള സഭയിൽ